വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടം. കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി. മാവൂർ മേഖലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞയും കരകവിഞ്ഞു. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിലും താമരശ്ശേരി ചുരത്തിലും ഗതാഗതം തടസ്സപ്പെട്ടു. ആറളം പുനരധിവാസ മേഖലയിൽ 11-13 ബ്ലോക്കുകളിൽ വെള്ളം കയറി. വയനാട് മക്കിമലയിൽ നിന്ന് 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ടുള്ളത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കോഴിക്കോട് നിന്ന് ആകാശം, കണ്ണൂരിൽ നിന്ന് നിഖിലും, വയനാട് നിന്ന് ലിനറ്റ് വർഗീസുമാണ് ചേരുന്നത്. ആദ്യം ലിനറ്റിലേക്ക് പോയാൽ, ലിനറ്റ്, എന്താണ് വയനാട്ടിലത്തെ സ്ഥിതി? ശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസവും ലിനറ്റ് അവിടെ നിന്നും പങ്കുവച്ചത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതടക്കമുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ? ലക്ഷ്മി പത്മ, ഇപ്പോൾ വയനാട്ടിലെ നഗരപ്രദേശങ്ങൾക്ക് അല്പം മഴയ്ക്ക് ശമനമുണ്ട്. എന്നിരുന്നാൽ പോലും മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കാറ്റിനോട് ചേർന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുള്ള അപകടങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സം നേരിടുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കൊളകപ്പാറ, അതോടൊപ്പം തന്നെ മക്കിമല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഒഴുക്കിൽപ്പെട്ട് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമാണ്. ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ആളെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മാനന്തവാടി ഭാഗത്തെ മക്കിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതലായി മഴ പെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ തലപ്പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ടാകുന്നതും തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് 20ഓളം കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ പോലെ തന്നെ വീണ്ടും ഈ ഉരുൾപൊട്ടൽ ഭീഷണി തുടരുന്ന സ്ഥലം കൂടിയാണ് ഈ മക്കിമല. ഈ സ്ഥലത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 20ഓളം കുടുംബങ്ങളെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തലപ്പുഴ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് കാപ്പിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 4ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവിടെ മണ്ണിടിച്ചിലുണ്ടായതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ നമ്മൾ പോകുമ്പോൾ ശക്തമായ പുഴയിൽ നീരൊഴുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് എപ്പോഴും കൂടുന്ന ഒരു സാഹചര്യമാണ്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം വളരെയേറെ കരുതലോടെയാണ് കാര്യങ്ങളെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ തുറന്ന സാഹചര്യം തന്നെയാണ്. 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ, അതോടൊപ്പം ഉരുൾപൊട്ടൽ ഭീഷണി തുടരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ബാണാസുര സാഗറിന്റെ ഷട്ടർ 85 സെന്റിമീറ്ററിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 10:00-ഓടുകൂടെ ഷട്ടർ ഉയർത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ മഴയാണ് വയനാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ രാത്രികാല യാത്രകളൊക്കെ തന്നെ സൂക്ഷിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ബാണാസുര സാഗർ ഡാം ഉയർത്തുന്ന സ്ഥിതിക്ക്, ഷട്ടർ ഉയർത്തുന്ന സ്ഥിതിക്ക് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പുഴയോരങ്ങളിലും അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിലും ഉള്ളവർ സൂക്ഷിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പുമുണ്ട്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ആകാശ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആകാശ്, എന്താണ് കോഴിക്കോടത്തെ സ്ഥിതി? മലയോര മേഖലകളിലെ അടക്കം അവസ്ഥ എന്താണ്? മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണോ അവിടെ? ലക്ഷ്മി, കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും പല നാശനഷ്ടങ്ങളും സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. മരം വീണ് നിരവധി വീടുകൾ തകർന്നതായും താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് ചുഴലിക്കാറ്റ് വീശിയതായിട്ടും അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കക്കയം ഡാമിൻ്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പുഴയോട് ചേർന്നുള്ള പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുലർത്തണമെന്ന് അധികാരികൾ അറിയിപ്പ് നൽകി കഴിഞ്ഞു. കനത്ത മഴയെ തുടർന്ന് മാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്. യെല്ലോ അലേർട്ടാണ് ഇന്ന് കോഴിക്കോട് പ്രഖ്യാപിച്ചതെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.
ശക്തമായ ശരി ആകാശ്. നിഖിൽ തുടരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, കണ്ണൂരിലത്തെ അവസ്ഥ എന്താണ്? മഴ ശക്തമായി തുടരുകയാണോ? പ്രത്യേകമായി എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലയ്ക്കായി ഉണ്ടോ? ലക്ഷ്മി ഉദ്മ, കണ്ണൂരിൽ ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം മാറുന്നു. നല്ല വെയിലാണ് ഇപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും അനുഭവപ്പെടുന്നത്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ജില്ലയിൽ എവിടെയും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയായി വലിയ രീതിയിലുള്ള നാശനഷ്ടം മരം വീണും മറ്റും പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. മാക്കൂട്ടം ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് മരം മുറിച്ചും മാറ്റിയതിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു. ഈ ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ പടയങ്ങോട് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അവിടെയുള്ള ഒരു അംഗൻവാടിയിലും വെള്ളം കയറിയിരുന്നു. വലിയ രീതിയിൽ ഇന്നലെ രാത്രി വെള്ളപ്പൊക്കം ഭീഷണിയായി മാറിയത് ആറളം മേഖലയിലായിരുന്നു. ആറളം പുനരധിവാസ മേഖലയിലെ 11, 13 ബ്ലോക്കുകളിലെ 20ഓളം വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വന്നു. ഇന്ന് രാവിലെയോടുകൂടി പല വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയെങ്കിൽ പോലും വലിയ രീതിയിൽ ചെളിയും മറ്റും കെട്ടിക്കിടക്കുന്നതിനാൽ അവിടെ ആളുകൾക്ക് തൽക്കാലം താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ ഈ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ചിലയിടങ്ങളിലൊക്കെ ഈ ചക്കരക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഒപ്പം തന്നെ പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിലുമൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണുള്ള അപകടമുണ്ടായിട്ടുണ്ട്. കുയിലൂരിൽ ഒരു കാറിന് മുകളിലേക്കാണ് വീണത്. അവിടെ വാഹനം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചിലയിടങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായതായുള്ള വിവരങ്ങളുമുണ്ട്. എന്നാൽ അത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അവിടെയൊന്നും പോയിട്ടില്ല. വലിയ ജാഗ്രതാ നിർദ്ദേശം ഏതായാലും അധികൃതർ നൽകിയിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം ഇനിയൊരു അറിയിപ്പ് വരെ പൂർണ്ണമായും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് വരെ അവയിലേക്കും പ്രവേശനം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിലൊന്ന് കാരണമെന്ന് പറയുന്നത് പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രി തുറന്നിരുന്നു. 13 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. റിസർവോയറിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ വളപട്ടണം പുഴയുടെ കരയിലുള്ള നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴേതായാലും മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. ശരി, വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികളാണ് മഴയുടെ വിവരങ്ങൾ, മഴക്കെടുതിയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.